ഒന്ന് പോലീസ് ഇങ്ങനെ കലിപ്പിലായി അവിടെ എൻ്റെ അമ്മ കലിപ്പിനട്ടാ. വാട്ട് ഈസ് ദ മാറ്റർ ഓഫ് ദ കലിപ്പ്? കഞ്ചാവാ? ഇതൊക്കെയാണ് രാത്രി ഇറങ്ങിയ കലിപ്പുകളുണ്ടാ. നമ്മളങ്ങോട്ട് പോകണ്ട, നമ്മളതിൽ ഗോപ്രോ ക്യാമറ ഇങ്ങനെ വല്ല വിളിച്ച് പറയാം. അവനെ കൊണ്ടുപോണ്. അയ്യോ പോലീസൊന്നും ചെയ്തില്ലേ? ചുമ്മാ ഇരിക്കുന്നു പോലീസ്. ആഹാ ഇന്ന് ആടിയാനാട്ടോ അവന്. ഓക്കെ അപ്പം പോവാന്നാ. ബൈസിന് റെഡി ആണല്ലോ, വേറെ വിഷയമൊന്നുമില്ലല്ലോ. എത്ര ദിവസമായി ബ്ലോഗ് ഇട്ടതേ? ഒരാഴ്ച മുകളിലായി തോന്നുന്നു. പറ്റാ കമോൺ കമോൺ ക്വിക്ക്. ഇപ്പം മണി ഇപ്പോൾ രാത്രി 12 മണിയായിട്ടുണ്ട്. രാത്രി സമയത്ത് ഗോസ്റ്റ് സ്റ്റോറീസ് ഒക്കെ പറയാനുള്ള സമയമാണ് ഇതൊക്കെ. പക്ഷേ നമ്മൾ ആ സമയത്ത് വ്ളോഗ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്ളോഗല്ല, ജോലിയാണ് മെയിനായിട്ട്. അതിൻ്റെ കൂടെ വ്ളോഗ്. ഓർഡർ അടിച്ച് ഫസ്റ്റ് ഓർഡർ അടിച്ച് ചോദിച്ചാൽ വലിയ ഓർഡർ ആക്കണം ദൈവമേ. കുഴപ്പമില്ല. ഇറാനി കരമനയിൽ. ആമസോണാണ്. സൂപ്പർ. അപ്പോൾ അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചുകൊണ്ട് പോകേണ്ട ലൊക്കേഷൻ കരമന. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. 2 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ പേരെന്ന് പറയുന്നത് ദ ബാറ്റ്മാൻ ആണ്. ദ ബാറ്റ്മാൻ സീരീസ് സൊമാറ്റോ റൈഡ്. സൂപ്പർ അല്ലേ? രാത്രി 12 മണിയായിട്ട് 3 മണി വർക്ക് ചെയ്യാൻ പോകുന്നു. ഈ സമയത്തൊന്നും ആരും കാണൂല, നമ്മൾ മാത്രമേ ഉള്ളൂ, കുറച്ച് പേര് മാത്രം നമ്മളെ പോലെ. പിന്നെ പോലീസുണ്ട്, പിന്നെ റോഡിൽ കുറച്ച് പട്ടികളൊക്കെ ഉണ്ട്. അതിന് വിഷയമൊന്നുമില്ല. ചില പട്ടികൾ മാത്രമേ ഓടിക്കുന്നുള്ളൂ, ബാക്കിയുള്ള മുഖ്യ പട്ടികൾ പാവങ്ങളാണ്. പാവം അവർ പാട്ടിനോടെ ചുമ്മാ കാവൽ നിൽക്കുന്നു. അവർ തമ്മിൽ ഗ്യാങ് വാർ മാത്രമേ ഉള്ളൂ. നമ്മൾ അടിക്കാൻ വരണമെന്നില്ല, അതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. കണ്ട റോഡ് കിടക്കാൻ കിടപ്പ് കണ്ട ഒറ്റ മനുഷ്യയില്ല. എന്ത് രസമായിരിക്കും വണ്ടി ഓടിക്കാൻ. ആഹാ എന്തൊക്കെ ആയാലും രാത്രി ഓട്ടം തന്നെ സൂപ്പർ കേട്ടാ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ഗ്യാപ്പായി വ്ളോഗിൽ. അതിന് മെയിൻ കാരണം ഒന്ന് എനിക്ക് പനി അടിച്ചുകൊണ്ട്, രണ്ടാമത് കാരണം മൈക്ക് നമ്മളെ ക്യാമറയുടെ. അപ്പോൾ മൈക്ക് വേറെ ഓർഡർ ചെയ്ത് നോക്കിയപ്പോൾ ഒരാഴ്ച ആവുമെന്ന് പറഞ്ഞ് പിന്നെ പൈസ റെഡിയാക്കിയിട്ട് നേരെ പോയി തരപ്പറമ്പിൽ വാങ്ങിച്ച് പോണതൊക്കെ പോട്ട് അല്ലേ. ചില സമയത്ത് നമുക്ക് ഡൗൺ വരാൻ നേരത്തെ നമ്മൾ ചുമ്മാ ആവശ്യമില്ല ആലോചിച്ച് കൂട്ടുമ്പോഴാണ് ഡിപ്രഷനിൽ പോണത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നഷ്ടപ്പെടുന്ന സമയം നഷ്ടപ്പെട്ടേ പറ്റൂ. അത് നമ്മളതിലല്ല. പിന്നെ വിഷമങ്ങളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ? സംഭവം കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് ഈ സമയത്തൊക്കെ. ഒരു മണി കഴിയുമ്പോൾ ഒറ്റ വണ്ടി കാണില്ല, നമ്മൾ മാത്രമേ കാണുള്ളൂ. അതാണ് സൂപ്പർ. എന്ത് രസം പറയാമോ? പിന്നെ ഏതെങ്കിലും കാട്ടിനകത്ത് അടിച്ചിരും. അപ്പോഴാണ് അവിടെ എന്താണ് സംഭവം നടന്നില്ലേ. അവനെങ്കിലും കൊട്ടേഷൻ ഗ്യാങ്ങുകളോ അല്ല ആരെയും കൊല്ലാൻ പോകണം. അതിനിടയ്ക്ക് നമ്മൾ സാക്ഷിയായിട്ട് മാറിയ അങ്ങനെയൊക്കെ തോന്നുന്നു മനസ്സിലത്. ഇറാനി റെസ്റ്റോറൻറ്റ് കുഴിമന്തിലോ അവിടെ തന്നെ. ഇപ്പോൾ ഇങ്ങോട്ടാണ് പോകട്ടെ. നമ്മൾ നേരെ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി ഇവിടെ വയ്ക്കണം. നോക്കാം മാപ്പ് നോക്കട്ടെ. മേപ്പടിയാൻ നിയമം തന്നെ കേട്ടാ. കുഞ്ചക്കരിയാ എൻ്റെ അമ്മോ. ശരി ഓക്കെ, അങ്ങോട്ട് തന്നെ പോകണം. വിഷയമില്ല, വെയിറ്റ് ചെയ്യാം. ഓക്കെ സംഭവം റെഡി ആയിട്ടുണ്ട്. എടുക്കാൻ പോയി പയ്യെ പോവാം. ഒരു വിഷയമില്ല. റോഡിൽ വണ്ടിയൊന്നുമില്ല. വണ്ടികൾ വരുമ്പോൾ നമ്മൾ ഓടി ക്രോസ് ചെയ്യും. ഇപ്പം നമ്മൾ നടന്ന് പയ്യെ പോയാൽ മതി. ഇപ്പോൾ എന്ത് സൂക്ഷിച്ച് ഓടണത് വണ്ടി പറഞ്ഞു. 2121 പൊറോട്ട ചിക്കൻ അൽഫാം കുബൂസ്. ഓക്കെ നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പേക്ക്ഡ്. ബൈസൺ ഒരു രക്ഷയില്ലട്ടെ. എൻ്റെ അമ്മോ എന്തൊരു ലുക്ക് ഇത്. കണ്ണുവിട്ട് ഒരൊറ്റ ആക്കി കേട്ടോ ബൈസണ്ണ ഞാൻ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് പുഞ്ചക്കരി കഴിഞ്ഞ് തിരുവല്ലാണെന്ന് തോന്നുന്നു പോകേണ്ടത്. ഇവിടെ നിന്ന് കറക്റ്റ് 6.2 കിലോമീറ്റർ നമ്മൾ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12 കാലമായിട്ടുണ്ട്. നല്ല ഫാസ്റ്റ് ഓർഡർ എടുത്ത് നല്ല വൈബിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പോയി പെട്രോൾ അടിക്കണമെന്ന്. പമ്പോടെ അതാ ഒരു പമ്പുണ്ട് കേട്ടോ. അവിടെ 24 hours പാർക്കിംഗ് പമ്പാണ് തോന്നുന്നു കേട്ടോ. കൊള്ളാം, അടിപൊളി. റോഡ് കിടക്കണ കിടപ്പ് കണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ശമ്പളം ഇല്ലാതെ വർക്ക് ചെയ്യും ഇതുപോലത്തെ റൈഡൊക്കെ. ശമ്പളം പോലെ എനിക്ക് വേണ്ട, എനിക്ക് റൈഡാണ് ആവശ്യം. അവിടെ അടിക്കോ? അവിടെ വരാം. 150 രൂപ അടിച്ചേക്കാം. 150. യാത്ര ഒരുപാട് ലോങ് പോകേണ്ട ട്രാവലിങ്സ്. ഓക്കെ താങ്ക് യു. കുറച്ച് ബാക്കി പെട്രോൾ ഉണ്ടായിരുന്നു, കളഞ്ഞല്ലോ. പക്ഷേ ഇത്രയ്ക്ക് പെട്രോൾ ആണെങ്കിൽ പാടില്ല. ഇത് അടിച്ചാൽ പോരാ മറ്റേ വണ്ടിക്ക്. ഒരടപ്പിലുള്ള പെട്രോൾ കളഞ്ഞിപ്പം. പക്ഷേ എന്ത് വിഷമം പറയാം. പെട്രോളിൻ്റെ വില ഇവിടെ കിടക്കുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ 50 രൂപ അടിച്ചാൽ മതിയായിരുന്നു 2005, 2006 അല്ലേ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി കുറച്ച് പാട്ട് കേട്ടാലോ. ബൈസൻ്റെ മ്യൂസിക് പ്ലെയറിൽ പാട്ട് കേൾക്കാം. സ്വിച്ച് ഓൺ ചെയ്യും. അയ്യേ ഇതൊന്നും എന്തൊരു പാട്ട് ഇതൊക്കെ. അയ്യേ ഇതൊക്കെ എന്തോന്ന് പാട്ട് ഇതൊക്കെ. അയ്യേ നമുക്ക് വേണ്ട ഈ പാട്ടല്ല. നമുക്ക് നൈറ്റ് റൈഡിന് പറ്റിയ ഇളയരാജ സോങ് ആണ്. ഐഡിയ തന്നെ. എങ്ങനെ ഇരിക്കുന്നു പാട്ട്. സൂപ്പർ. പറയാ ഞാൻ നിങ്ങളുടെ അടുത്തൊരു രഹസ്യം പറയാൻ പോയാണ്. നിങ്ങൾ ആരും പറയില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലോഗറല്ല. ഞാൻ തൂഫാന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സീക്രട്ട് ഏജൻറ്റാണ്. കേരള ഗവൺമെൻറ്റിൽ നിന്ന് കോൾ വന്നു എനിക്ക്. ഇതുപോലെ ഒരു ഓപ്പറേഷൻ ചെയ്യണം സൂക്ഷിച്ച്. രാത്രി 12 മണിക്ക് ശേഷം ആരൊക്കെയാണ് കഞ്ചാവ് കടത്തുന്നത്, ബ്രൗൺ ഷുഗർ, അവരെയൊക്കെ കണ്ടെത്തണം. ഇപ്പോൾ ക്യാമറ കൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു ലൈവായിട്ട് ഇങ്ങനെ. അങ്ങനെ ഈ കംപ്ലീറ്റ് ഫുട്ടേജ് ആയിട്ട് ദിവസം കമ്മീഷൻ ഓഫീസിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ എനിക്കൊരു മാസം സാലറി ഉണ്ട്. ഞാൻ ഇപ്പോൾ ഗവൺമെൻറ് സ്റ്റാഫ് പോലെയാണ് വർക്ക് ചെയ്യണത്. ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി നല്ലപോലെ ജയിച്ചു കഴിഞ്ഞാൽ എന്നെ ഒരു IPS ലെവലിലാക്കുന്നത് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല. എന്ത് ചെയ്യാൻ? തൂഫാൻ അപ്പോൾ തള്ളി വിടാൻ അങ്ങ് കിടക്കട്ടെ. സംഭവം ഷോർട്സിൽ ഈ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ വിശ്വസിച്ചു പോകും. അത് കുറച്ച് നേരമുള്ളൂ, ഫുൾ വരില്ലല്ലോ. ഇവിടെ റോഡ് ഭയങ്കര മോശമാണ് ഈ പുഞ്ചക്കരി ഭാഗത്തൊക്കെ. ഇവിടെ കുറേ പട്ടികളുണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ. ഡോഗേഷണ്ണന്മാരെ എന്നെ ഒന്നും ചെയ്യല്. ഞാൻ തൊഴിലേ ഇറങ്ങിയ ആളാണ്. ഒരു വരുമാനത്തിന് വേണ്ടി, ഒരു നേരെ ചോറിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളെ ചോറിൽ ഞാൻ പാറ്റി ഇടൂല്ലേ, എൻ്റെ ചോറിൽ നിങ്ങൾ പാറ്റി ഇടാൻ പാടില്ല. എവിടെ ഉണ്ടാ നിങ്ങളില്ലല്ലോ. അതുമില്ല, ഈ റോഡിൽ സ്പീഡിൽ പോകാനും പറ്റില്ല. ഫുള്ള്
കുണ്ടും കുഴികളാണ്. നിങ്ങൾ ഓടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഗിയറിലെ പോകുള്ളൂ. ഇങ്ങനെ വയ്ക്കാൽ നിങ്ങൾ കടിക്കണതിൻ്റെ കാലിലെ കടിക്കുള്ളൂ അറിയാം. കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കടിച്ച് കഴിഞ്ഞാൽ ഒരുത്തന്നെ ചുമ്മാ ഇടില്ല, കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കും. എത്ര ദൂരമാണ് ശരി. ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകണം, നേരെ പോകാൻ പാടില്ല. ഈ ലെഫ്റ്റാണ് കയറേണ്ടത്. ഇവിടെയൊക്കെ ഒന്ന് റോഡ് ശരിയാക്കണ്ട. പുതിയ പാർട്ടി പുതിയ ഗവൺമെൻറ് വന്നിരിക്കുകയല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യും റോഡിലൊക്കെ. പെട്ടെന്നാവട്ടെ, ലേറ്റാക്കണ്ട. നമ്മളിപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വണ്ടി ഓടിക്കാൻ. അയ്യോ പട്ടിയാണോ നിൽക്കണോ, ഡോഗേഷ് ടീമുകളുണ്ടല്ലോ ഇവിടെ. എന്നാൽ ഞാൻ എൻ്റെ പാട്ടിന് ഉണ്ടാകാതെ പൊയ്ക്കോളാം, നിങ്ങളൊന്നും ചെയ്യില്ല. ഓക്കെ, രണ്ടരേ ഉള്ളൂ. ഇതൊന്നും അല്ല, ഒരു 10-15 കാണും. ഡോണ്ട് ഡോഗേഷ് നിൽക്കണേ. ഡോഗീസണ്ണ വഴി മാറണ്ണ. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര മനസ്സിൽ പാടി ഉണ്ടെങ്കിൽ നമ്മൾ വെളി കാണിക്കാത്ത ഡീലാണ് കേട്ടോ. അതാണ് ഇത്. എവിടെ നിന്നാ പോണത്, പൊയ്ക്കൊണ്ടിരിക്കണത്. ഇതാണ് ഈ ഏരിയയിൽ ഇതാണ് ഈ ഏരിയയിൽ ഓർഡർ അടിച്ച കുഴപ്പം. ഇതിപ്പോൾ റൈറ്റാണ് ലെഫ്റ്റാണ്? റൈറ്റാണ് കാണിക്കണത്. ഷോ ഏതോ കുഴിക്കാത്തതാണ് കൊണ്ടുപോകണം കേട്ടോ. ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു 10 കിലോമീറ്റർ പോയ ഫീലാണ് കേട്ടോ. അത്രയ്ക്ക് പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുത്തിറക്കാണോ പ്രതീക്ഷ. അങ്ങോട്ടൊക്കെ വഴി ഉണ്ട് എനിക്ക്. പിന്നെ മെയിൻ റോഡൊന്നും ഇല്ല, ഈ വഴിയേ ഉള്ളൂ. അയ്യോ മൈ ഗോഡ്, ദ റോഡ് ഈസ് വെരി റഫ് ആൻഡ് ടഫ് ആയിരിക്കും കേട്ടോ. റഫ് ആൻഡ് ടഫ് പാൻറ്റുണ്ട്, ജീൻസ് പാൻറ്റ്. പണ്ട് നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ ആ കമ്പനി കാണാനേ ഇല്ല അല്ലേ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷയം മാറ്റി, ആ പേടിയൊന്നും മാറ്റി പ്രതീക്ഷ. ഇത് അമേസൺ കാട് പോലെയാണ്, മൊത്തം കാടാണല്ലോ അങ്ങോട്ട്. ഓമ്മോ, ആ റോഡ് വന്നടേ. അപ്പോൾ നമുക്ക് ആ വഴി പോയാൽ പോയി റോഡുണ്ടാക്കി. എന്തിനും ഇവിടെ കറങ്ങി വന്നു ഈ വഴി കൂടെയൊക്കെ. ഇത് എവിടെ വന്നാൽ പിന്നെയും കയറ്റം. എൻ്റെ അമ്മോ, ഷേ കുത്തു കയറ്റം കേട്ടോ. കുത്തിറക്കം, കുത്തു കയറ്റം. ഇത് അങ്ങോട്ടല്ല പോകേണ്ടത്. അപ്പോൾ സുരീഷ പട്ടി നിൽക്കണ്. പട്ടീനെ കണ്ട് നീ ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ പട്ടി സംശയിക്കും. നമ്മൾ വഴി മാറിപ്പോയി. സോറി അണ്ണാ, ഞാൻ അങ്ങോട്ട് വന്നത് തെറ്റായിപ്പോയി. ഡോഗേഷൻ ഓട്ടിക്കില്ല, ഞാൻ സംശയിക്കൽ. ഞാൻ ഡെലിവറിക്ക് വന്ന ആളാണ്. ഞാൻ പോകേണ്ടത് അങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റിലാണ് പോകണം. ഇതേതോ യക്ഷിയാണ് ഓർഡർ ചെയ്യട്ടോ, മനുഷ്യനൊന്നുമില്ല. ഈ ഇടയ്ക്ക് കുറേ പ്രാർത്ഥന സിനിമ ഇറങ്ങി. ഒന്ന് ഗ്രാനി ഷോർട്ട് ഫിലിം, പിന്നെ ഒന്ന് മുത്തശ്ശി, പിന്നെ ഒന്ന് ഡാർക്ക് ജയൻ്റ്. അതൊക്കെ കണ്ട് ഇപ്പം ഇതിറങ്ങി, ഇവിടെ ഇറങ്ങിയല്ലോ. അമ്മോ, അത് കണ്ട് ഞാൻ എല്ലാം കൊണ്ട് കണ്ട് ഒരുമാതിരി പേടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്തൊക്കെ ഇതുപോലത്തെ ഏരിയയിലൊക്കെ ഓർഡർ അടിച്ച് തരണത് കുറച്ച് മനസാക്ഷി വേണം. ആരെണ്ണാ ഓർഡർ ചെയ്തത് ഇതിൻ്റെ അകത്ത് പോയി. പകലിൽ പോലും ഇതുപോലെ ഏരിയ വന്നിട്ടില്ല കേട്ടോ. അത്ര ഒരു ഡാർക്ക് ഏരിയ ആയി. ഹലോ, ആ സൊമാറ്റോ ആണ്. ഞാൻ ഇവിടെ ലൊക്കേഷൻ എത്തിയായിരുന്നു. ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. ഓട്ടോ ഇനി മോള് പറഞ്ഞോ. ഓക്കെ പോരാ. ആ ജീപ്പ് കണ്ടായിരുന്നു. പിന്നെ അടുത്താണ് ലൊക്കേഷൻ. കരിങ്കുറ്റി ഇരുട്ട് ഈ ഏരിയയിലൊക്കെ. ആ പാടെ ഉള്ളത് എൻ്റെ ബൈക്കിന് ലൈറ്റ് മാത്രമേ ഉള്ളൂ. അവിടെയാണോ പടിയെ കൊണ്ടവിടെ? ആ ഉണ്ട്. ഓക്കെ പെയ്ഡ് ആയിട്ടുണ്ട്. ശരിയോ, ജസ്റ്റ് ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ അപ്പുറത്തെ വീഡിയോ അല്ലേ. അപ്പോൾ ആ ഓക്കെ സേഫാണ്. പിന്നെ തലേ ഹെൽമെറ്റ് ഉണ്ട്, കുഴപ്പമില്ല. തലക്കടിയിട്ടില്ല. ഓക്കെ, അങ്ങനെ ലാൻഡിങ് ആയി നമ്മൾ. ഓക്കെ, ഓർഡർ ഡെലിവറി പോന്നാ. ഫസ്റ്റ് ഓർഡർ തന്നെ സൂപ്പർ കേട്ടോ, അടിപൊളി ഏരിയ. വണ്ടി വരാൻ കുറച്ച് പാടുപെട്ട്, ഓർഡർ കൊണ്ട് കൊടുക്കാൻ കുറച്ച് പാടുപെട്ട്. കുറച്ച് മുമ്പ് കഴിച്ച ആഹാരമൊക്കെ ദഹിച്ചിട്ടുണ്ട്. ഇപ്പം ആ കയറ്റം കയറിയപ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വേറെ വഴി കൂടെ പോകാം. വന്ന വഴി കൂടെ പോകണ്ട, വഴിയാക്കി ആ വഴി പോയാൽ മതിയായിരുന്നു. ഇവിടെ റോഡ് മോശം തന്നെ, എല്ലാം കണക്കിന്. അതാണ് കുറച്ച് ദൂരം കുറവാണ്. നമ്മൾ ഒരു വഴി കൂടുതൽ എന്ന് പറഞ്ഞ് വേറെ വഴി കയറും, അത് അതിൻ്റെ അപ്പുറമായിരിക്കും. ഇതാണ് ജീവിതം, മനസ്സിലായ? നമ്മൾ കിട്ടിയ ജീവിതം നമ്മൾ ജീവിക്കുക സൂപ്പറായിട്ട്. ആ ജീവിതം കൂടുതൽ എന്ന് പറഞ്ഞ് വേറെ ജീവിതം ചൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ അതിനേക്കാൾ വലിയ പണി കിട്ടും. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. ഒന്നത് രാത്രി ആരും ഇല്ല ഈ സമയത്ത്. അതിനിടയ്ക്ക് ഇതുപോലത്തെ ഏരിയ വന്നെങ്കിൽ നന്നായിരിക്കും. ഒരുമാതിരി കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെയൊക്കെ എത്തി. ഇത് എവിടെ വന്നെങ്കിൽ നമ്മളിപ്പം ഇത് മറ്റേ ഏരിയ പൂങ്കുളം, ഓൾമോസ്റ്റ് കോളെത്തി. ഇവിടെ നിന്ന് വരേണ്ട ആവശ്യമേ സത്യം പറഞ്ഞു. നമുക്ക് അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ബ്രേക്ക് ടൈം കഫേ ആണ്. ഇവിടെ നിന്ന് അടുത്തില്ല, തിരുവല്ല ജംഗ്ഷനിലാണ് പറഞ്ഞത്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സെൽഫി ചോദിക്കണത്. ഓക്കെ, കൊടുത്തു ഇങ്ങനെയൊക്കെ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് പോയിട്ടാണ്. ഭയങ്കര സ്ലോ ആയിരിക്കണം പയ്യന്മാർ. 3978 അതിൻ്റെ ഓർഡർ. എൻ്റെ ഒരു ഓർഡർ അല്ലേ? രണ്ട് ഓർഡർ. ഓക്കെ, 3978 കരിക്കിൻ ബൂസ്റ്റ് മിൽക്ക് ഷേക്ക്, ഒരു പ്ലേറ്റ് ചിക്കൻ ഷവർമ. അത്ര നേരത്തെ ആവശ്യമൊന്നുമില്ല, തിരക്കൊന്നും രാത്രി. പയ്യന്മാർ പാട്ടും കളിച്ച് കിടന്ന്. അപ്പോൾ പ്രൊമോഷൻ പറയാൻ സമയമായിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് എനിക്കുള്ളതാണ്, ഞാൻ ആർക്കും കൊടുക്കില്ലത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പറഞ്ഞാൽ ആദ്യം പ്രൊമോഷൻ പറഞ്ഞാൽ ഓർഡർ പറയാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പറഞ്ഞാൽ പിന്നെയും പുഞ്ചക്കരിയാണ്. ഇവിടുന്ന് കറക്റ്റ് 4.3 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 1-2 ആയിട്ടുണ്ട്. 1 പറഞ്ഞാൽ മതി, 1-2 പറയാൻ പ്രശ്നമില്ല. അപ്പോൾ പ്രൊമോഷൻ പറയണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്തുതരും. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും അടങ്ങി നല്ലൊരു പാക്കേജിൽ, അതും കുറഞ്ഞ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ ഇൻഷുറൻസ് മാത്രമല്ല, ഒരു ക്ലൈമിൻ്റെ ആവശ്യം വരുന്ന നേരത്തെ
ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ട് നിങ്ങളിവിടെ എപ്പോഴും കാണും. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് DM ചെയ്താൽ മാത്രം മതി, എല്ലാം സെറ്റാക്കി തരാം. ഓക്കെ, കാമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ പ്രൊമോഷൻ കഴിഞ്ഞ് ഇനി വേറെന്ത് പറയാൻ, ഇനി പാട്ടും പാടി ഇങ്ങനെ പോകണ്ടേ, വേറെ പറയാനൊന്നുമില്ല അല്ലേ. ഓക്കെ, നമ്മളിവിടെ റൈറ്റാണ് പോകേണ്ടത്, പുഞ്ചക്കരയിൽ പോകേണ്ടത്. ലോകേഷ് പോകണം, ഒരു പട്ടി ആണ്ട് കടിച്ചുണ്ട് അല്ലേ ചോദിച്ചു, ഇല്ലെങ്കിൽ പോടി കണ്ടാൻ വഴി ഇന്നെന്ത് ഒരേ പുഞ്ചക്കരി ആയിരിക്കണം. വി ഹാവ് ആൾമോസ്റ്റ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. ഇവിടെ തന്നെ ആ സൊമാറ്റോ ആണേ, ഫുള്ളി സൈലൻ്റ് ആണ്, ഒറ്റ സൗണ്ട് ഇല്ലാണ്ട് ഈ ഏരിയയിലൊന്നും. ഓക്കെ ശരി, ഓക്കെ ഓർഡർ ഡെലിവേർഡ്. അധികം വെച്ച് മനസ്സാക്കെടുത്ത് വെക്കലാമ്മ. അടുത്ത ഓർഡർ അടിച്ചു. എൻ്റെ അമ്മോ, ഇതിങ്ങനെയൊക്കെ പൈസ തന്നു കഴിഞ്ഞാൽ ഇൻകം ടാക്സിന് ആൾ വരും. വലിയ ഓർഡർ 239 രൂപ 73 പൈസ. എവിടെ? ട്രിവാൻഡ്രം പാൻട്രി, കരമന കിള്ളിപ്പാലത്ത്. കൊള്ളാം, ഇതൊക്കെയാണ് ഓർഡർ. ഇങ്ങനെ അടിച്ചിട്ടാ എണ്ണാവുന്നു. ചുമ്മാ 30-40 അടിച്ചോണ്ട് യാത്ര. പാതിരാത്രി അടിക്കണമെങ്കിൽ 500 ഓർഡർ, ആ ലെവൽ അടിക്കണം ഒരു ഓർഡറൊക്കെ. 10 ഓർഡർ എടുത്ത് 5000 കയ്യിലാവും. നേരെ വീട്ടിൽ പോയി അടുത്ത ജോലിക്ക് പോയാൽ മതി. വാവ് സന്തോഷമേറിയ രാത്രിയാണ്. നല്ല വലിയ ഓർഡർ അടിച്ചു തരുന്നത്. ആഹാ, ഇന്ന് വിളവാരം. വീട്ടിൽ പോകുമ്പോൾ ഒരു കെട്ട് പണമായിട്ട് പോകണം കേട്ടോ. ഓ ശ്രദ്ധിച്ച കണ്ട, പൈസകൾ കയറിയപ്പോൾ സന്തോഷം വന്നണ്ട. അതാണ് മണി ഈസ് പവർ ഓഫ് ദ അൾട്ടിമേറ്റ്. ആൻഡ് അതെന്തോ ആവട്ടെ. അങ്ങനെ കിള്ളിപ്പാലം മന്ദാച്ച്, കിള്ളിപ്പാല ജംഗ്ഷൻ. ഇവിടെ നിന്ന് റൈറ്റിലാണ് പോകേണ്ടത്. സൂര്യ ഫാസ്റ്റ് ഫുഡ് കഴിഞ്ഞിട്ടാണ് പാൻട്രി വന്നത്, ട്രിവാൻഡ്രം പാൻട്രി. അവിടെ തന്നെ എന്ത് പെട്ടെന്ന് എത്തിയണ്ട. ഇതേ പകൽ സമയത്ത് വരാൻ പറ്റുമോ? എന്ത് ബ്ലോക്ക് ആയിരിക്കും ഇവിടെയൊക്കെ. വെരി ഈസി, 5 മിനിറ്റിലായില്ല. അൽഫാം ആണ് ഇത് തന്നെ, 7816. അതെ 7816 ഓർഡർ ഐറ്റം അൽഫാം പീക്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാലരാമപുരമാണ്. ഇവിടെ കറക്റ്റ് 12 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 1:24 ആയിട്ടുണ്ട്. സൂപ്പർ ബാലരാമപുരം, എന്ത് ദൂരം കിടക്കണണ്ട. അപ്പോൾ രാത്രി സമയത്തൊക്കെ ഹൈവേയിൽ പറക്കണം. സുഖം എന്ന് പറഞ്ഞത് വേറെ ലെവലാണ്. ഒന്ന് പോയി നോക്ക്. നേരത്തെ കിടന്ന് ഉറങ്ങണൊക്കെ സുഖമൊന്നുമില്ല, ഇതുപോലെ കറങ്ങി നടക്കണ സുഖം. നേരത്തെ ഉറങ്ങണ ഹെൽത്തിയാണ്, എന്നാലും വല്ലപ്പോഴും നൈറ്റ് റൈഡൊക്കെ പോകാം, കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇതൊക്കെ വേണ്ട ജീവിതത്തിലൊക്കെ. വേറെ ഒന്നുമില്ല, പകലിൽ ഇങ്ങനെ പോകാൻ പറ്റുമോ? പറ്റൂല. രാത്രി നടക്കുള്ളൂ. ഇതുപോലെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നല്ല സ്പേസിൽ വണ്ടി ഓടിക്കാൻ എന്ത് സുഖമായിരിക്കുന്നു. സത്യം പറഞ്ഞാൽ സ്പേസിൽ വണ്ടി ഓടിക്കുമ്പോഴേക്കും എവിടത്തെ ഭൂമിയിൽ വെളിയിൽ സ്പേസിൽ ആ ഒരു ഫീലാണ്. നമ്മളങ്ങനെ ബാലരാമപുരം ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. സൂപ്പർ കേട്ടോ, ഒരു 15 മിനിറ്റ് ഹൈവേയിൽ പറന്ന്. എന്ത് രസം വണ്ടി ഓടിക്കാൻ, നല്ല ഫീൽ ഗുഡ് റൈഡ് കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് നേരെ പോയിട്ട് ലെഫ്റ്റാണ് പോകേണ്ടത്. നമുക്ക് വേറെ വഴിയുടെ പോകാം, ഈ ലെഫ്റ്റ് പോകണ്ട. ഓ മൈ ഗോഡ് ഇവിടെ വഴിയില്ല. ഷീറ്റ്, ഇതാണ് ഇവിടുത്തെ കുഴപ്പം. അവിടെ ഒരു വഴിയുണ്ട്, അതുവഴി കയറിപ്പോം. ഇവിടെ ഒന്നും വരേണ്ട ആവശ്യമില്ല. എന്തിന് ഇവിടേക്ക് പറഞ്ഞത്? പക്ഷേ എനിക്ക് അങ്ങനെയാണ്, കുഴപ്പമുണ്ട്. ഞാൻ അനുസരിക്കില്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പോക്കിരി പടത്തിൽ പറയുമ്പോൾ തന്നെ ഒരു വാട്ടി മുടി പണിട്ടാണ് ഞാൻ വെച്ച നാനേ കേൾക്കാൻ പറ്റും. അത് തെറ്റായ വഴിയാണ്. ശരി, ഇവിടെ വഴി കാണില്ല, നോക്കിയോ, പോയി പെടാൻ പോണ്. ഇവിടെ ഒന്നും വരേണ്ട ഒരു ആവശ്യമില്ല. മുകേഷിന്റെ ഫോൺ കോൾ പറയും പോലെ പാലക്കാടുള്ള ആള് MLA ഇവിടെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. പാലക്കാട്ടിൽ നിന്ന് ഈ കൊല്ലം MLA വിളിക്കേണ്ട ഒരു കാര്യം. മൈ ഗോഡ്, വഴിയില്ല. വേണം, നിനക്ക് വേണോടാ, നിനക്ക് വേണം. നീ ഭയങ്കര മുട പിടിച്ച ആളല്ലേ. വഴി ഉണ്ടായില്ലേ? സത്യം പറ, വഴി ഉണ്ടായില്ലേ? ഇത് നേരത്തെ വന്ന വഴി പോലെയൊക്കെ നമ്മൾ. അയ്യേ, ഇതിൻ്റെ കുറവുള്ളൂ. ഇനി ചാടി വെളിയിറങ്ങി ഒന്നുമില്ല. അതാ പോണം, വഴി മാറി വന്നവൻ, ഒരു വഴി പോക്കൻ. ഇപ്പോൾ 1 കിലോമീറ്റർ വെറുതെ കറങ്ങിട്ടിരിക്കണം. വല്ല കാര്യമുണ്ടാ? ഒരു വാട്ടി മുടി പണിയിട്ടാണ് ഞാൻ പേച്ച നാനേ കേൾക്കാൻ മാട്ടെ. ഇപ്പം എന്തായി? ഇപ്പം നിൻ്റെ പേച്ചൊക്കെ അവിടെ ആരും ഇല്ല, ഒറ്റ മനുഷ്യയില്ല. അവിടെ പട്ടികൾ കടിച്ച് ഞാൻ കിടക്കണ്ടേ അവിടെ. നമ്മൾ അവിടെ നിന്ന് വന്ന വഴിയാണ്. ഇവിടെ ഒരു വഴിയുണ്ട്, ഇതുവഴി കയറിപ്പോയാൽ മതിയായിരുന്നു. ഇതാണ് കറക്റ്റായ വഴി തോന്നണം കേട്ടോ. ഇതുവഴി കയറാം, സുധീഷ് അപ്പുറത്തെ വഴി കയറി. അത് എന്താ പറയുക, ചില സമയത്ത് നമ്മൾ ഇത് ചൂസ് ചെയ്യുമ്പോൾ അത് ശരിയാവും. ഇവിടെ നിന്ന് റൈറ്റ് പോകണം, കറക്റ്റായ വഴി ഒന്നാണ്ടാ. എല്ലാ കാര്യമുണ്ടാ. ഇതൊക്കെ എപ്പോഴേ ഓർഡർ കൊടുത്തിട്ട് അടുത്ത ഓർഡർ കൊടുത്ത് വീട്ടിൽ പോകാൻ സമയമായി. ഈ ഒരു ഓർഡർ നിൽക്കുകയാണ് 1 മണിക്കൂറുണ്ട്. വേസ്റ്റ് അവിടെ 12 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം മൊത്തം എല്ലാം കൂടെ ചേർത്ത് 15 കിലോമീറ്റർ ആയി കാണുമല്ലോ. ഓക്കെ, വി ഹാവ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. ഇവിടെ തന്നെ എന്തോന്ന് പെരിച്ചാഴിയാവും. അപ്പോൾ എല്ലാം ഉണ്ട് ഇവിടെ. പെരിച്ചാഴി രാജാമ്പലൊക്കെ ഇറങ്ങി നോക്കിയോ. സൊമാറ്റോ ആണേ, ഞാൻ അവിടെ എത്തിയായിരുന്നു. ഓക്കെ ശരി, ഓക്കെ പോന്നാ. പേയ്മെൻറ്റ് എങ്ങനെയാണ്? സൂപ്പർ അല്ലേ? ഒറ്റ പേയ്മെൻറ്റ് കൊണ്ട് ലോകം മാറി. ഇതൊക്കെ എന്തോ സുധിച്ച കോടികൾ വരാൻ പോകണം നമ്മളിനി നാളെ തൊട്ട്. നോക്കിയോ, ദിവസവും നൈറ്റ് റൈഡ് പോയാലും എന്ത് പറയണം. പക്ഷേ ഉറക്കം പ്രശ്നമാണല്ലോ, അതേ വിഷയം. 1.5 പോവാം അല്ലേ, കുഴപ്പമില്ല. നമ്മളങ്ങനെ ഹൈവേ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എങ്ങോട്ട് പോകാൻ? ഇനി ഇവിടെ റെസ്റ്റോറൻറ്റ് ഇല്ല ഈ ഭാഗത്തുനിന്ന്, ബാലരാമപുരത്ത്. ഇവിടെ KFC ഉണ്ട്, നോക്കാം. ചിലപ്പോൾ അടച്ച് കാണും, ചിലപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാം. ഓക്കെ, KFC എവിടെ കാണാനില്ല, അടച്ച് കാണും, അതുകൊണ്ട് കാണാത്ത. ഇതാണ് വെടിവെച്ചാൻ കോവിൽ. ദയമേ കാത്തോണേ. യാത്രയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു ആപത്തുണ്ടാകാൻ പാടില്ല. സേഫായിട്ട് വീടെത്തണം. പൈസയെക്കാളും വലുത് ജീവനാണ്. ഓക്കെ, സംഭവം കെട്ടണം. ഓർഡറൊക്കെ സൂപ്പറായിരിക്കണം, പക്ഷേ ഓർഡർ കുറവായിരിക്കണം, അതാണ് വിഷയം. ഒരു ഓർഡർ അടിക്കാൻ തന്നെ നമ്മൾ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് തിരിച്ച് വരണം. അതുമില്ലാതെ അടുത്ത ഓർഡർ അടിക്കണമെന്ന് ഗ്യാരണ്ടിയും ഇല്ല. ചിലപ്പോൾ 1/2 മണിക്കൂറാവും, ചിലപ്പോൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും. റെസ്റ്റോറൻറ്റ് കുറവല്ലേ, അതാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം കരമനയാണ്. കരമന ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ നിൽക്കാം, ഒരു 5 മിനിറ്റ് നിന്ന് നോക്കാം. ഓർഡർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ ഒരു പിടിയില്ല.
കിള്ളിപ്പാലം പോകാം. കുമാർ കഫേ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഓർഡർ ഇവിടെ അടിക്കും, ഇവിടെ നല്ല അടിക്കും, അങ്ങോട്ട് പോയാലും അടിക്കും. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് കുമാർ കഫേയിൽ. ചെറിയ ഓർഡർ. ഇതൊക്കെ എന്തിനടിക്കണം രാത്രിയൊക്കെ? അടിക്കണമെങ്കിൽ 150 രൂപ അടിച്ചതാണ് കുറഞ്ഞത്. കുമാർ കഫേയും കുമാർ കഫ ഓപ്പോ റെഡി വന്ന് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം കേട്ടോ. സംഭവം രാത്രി ഡെയിലി ആവില്ല. 0844 ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പുള്ളിക്കാരൻ. ഗോൾ മിസ്സായി കാണും, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ഗോൾ അടിക്കാം, വിഷമിക്കണ്ട. 0844 തട്ട് ദോശ സിംഗിൾ 10 പേക്ഡ്. ബൈസൺ എന്ത് പറയണ്? അനക്കൊന്നും ഇല്ല ഒന്ന്. അനക്കമുണ്ടല്ലേ? ഓക്കെ, പോന്നാ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തകരപ്പറമ്പ് പഴങ്ങാടിയാണ്. ഇവിടെ നിന്ന് 2.3 കിലോമീറ്റർ ദൂരമുണ്ട് ബൈക്ക് പറഞ്ഞ് പോടാ. ഓക്കെ ലൈല FP ഫാസ്റ്റ് പാസഞ്ചർ. നാർവൽ ട്രിവാൻഡ്രം ബസ്. എന്തൊരു വൈബ് ബസ് കാണാം അല്ലേ? സത്യം പറഞ്ഞാൽ ബസ് കാണുമ്പോൾ കൊതിയാണല്ലേ ബസ്സിൽ കയറി പോകാനായിട്ട്. എവിടെയെങ്കിലും ലോങ്. പോലീസ് എണ്ണം പറഞ്ഞാൽ നമ്മളെ പിടിക്കോ? അണ്ണാ എൻ്റെ കയ്യിൽ കഞ്ചാവൊന്നും ഇല്ല, വേണമെങ്കിൽ നോക്കിക്കോ, ഐ ഡോണ്ട് ലൈക്ക് കഞ്ചാവ്. എൻ്റെ സൊമാറ്റോ ബാഗിലെ ഒരു വലിയ അക്ഷരത്തിൽ എഴുതി വെക്കാൻ പോണു എൻ്റെ കയ്യിൽ കഞ്ചാവ് ഇല്ലെന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് പോലീസ് ചെക്ക് ചെയ്യണം എന്നെ എല്ലാവരും ചെക്ക് ചെയ്യുന്നത്. ഇതാണ് തകരപ്പറമ്പ് പാലം. എങ്ങനെയുണ്ട്? ഇവിടെ നമുക്ക് റോഡ് നോക്കിയല്ലോ വെളിയിലോട്ട്. സാറിന് പകൽ സമയത്ത് ഭയങ്കര ട്രാഫിക് അല്ലേ, നിൽക്കാൻ പറ്റില്ല വണ്ടി. ഇപ്പോൾ ആരും ഇല്ല, നോക്കാം അങ്ങോട്ട്. വാവ്, പോളിയല്ലേ. നേരെ അങ്ങോട്ട് പോയാൽ പഴവങ്ങാടി കോവിൽ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തമ്പാനൂർ ഓവർ ബ്രിഡ്ജ്. ഇതൊക്കെ കാണിക്കാതെ പോയാൽ എന്നോ റൈഡ് അല്ലേ ഇതൊക്കെ. ഓക്കെ, ഇവിടെ റൈറ്റിലാണ് കാണിക്കണത് ടൗൺ ഹൗസ്. അവിടെ തന്നെ ഓയോ റൂമാണ്. ദിസ് ലൊക്കേഷൻ. ഇത് തന്നെ ലൊക്കേഷൻ. ദിസ് മാളിക്കയറ്റി വെക്കാം വണ്ടി, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോന്ന് കുഴപ്പമല്ലേ? സൊമാറ്റോ ആണേ. ഓക്കെ, എവിടെ ഓക്കെ? ഓക്കെ, ഇത് പേയ്മെൻറ്റ്. ഓക്കെ, ഇവിടെ അത് കയറാൻ പറ്റുമോ റിസപ്ഷനിൽ? ഓക്കെ, ഇരിക്കട്ടെ. നല്ല ഫുൾ എ സി ആണല്ലോ അകത്ത്. പുറത്ത് മഞ്ഞുണ്ട്, എന്നാലും എ സിക്കകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് പുറത്ത് ചൂടെന്നുള്ള കാര്യം. അപ്പോൾ ഈ മഞ്ഞൊന്നും പോരാ, ഇനി മഞ്ഞ് വേണം. പേയ്മെൻറ്റ് പെയ്ഡായിട്ടുണ്ട്. താങ്ക് യു. അടുത്ത പുറത്തേ കൊള്ളാം, സൂപ്പർ. പോസ്റ്റ് ആയില്ല. വലിയ ഓർഡർ തന്നെ 112 രൂപ. ഇത് എവിടെ? തക്കാട് ജ്യൂസ് പോയിന്റാ. ഇത് പോലീസ് കലിപ്പിലായി അവിടെ. എൻ്റെ അമ്മ കലിപ്പിനാട്ടാ. വാട്ട് ഈസ് ദ മാറ്റർ ഓഫ് ദ കലിപ്പ്? കഞ്ചാവാ? എന്തൊരു കേസ്? പ്രശ്നം തരോ? സംഭവം ട്രാൻസ്ജെൻഡറേ, അവർ തമ്മിൽ അടിയാണ് കേട്ടോ. ഇതൊക്കെയാണ് രാത്രി ഇറങ്ങിയ കലിപ്പുകളുണ്ടാ. എല്ലാ കാര്യമുണ്ടാ. നമ്മളങ്ങോട്ട് പോകണ്ട, നമ്മളതിൽ ഗോപ്രോ ക്യാമറ ഒക്കെ എല്ലാം വിളിച്ച് പറയാം. താനെ കൊണ്ടുപോണ്. അയ്യോ, പോലീസൊന്നും ചെയ്തില്ലേ? ചുമ്മാ ഇരിക്കുന്നു പോലീസ്. നമുക്ക് അവിടെ പോയി കറങ്ങി വരാം എന്തായാലും. അതുവഴി പോകണം. സംഭവം എന്ന് പറയുമ്പോൾ ട്രാൻസ്ജെൻഡർ അല്ലേ, അവർ എന്തെങ്കിലും അനാവശ്യം കാണിച്ച് കാണും. അതായിരിക്കും കേസ്. എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടെ, അറിയാതെ പറയാനും പാടില്ല. എന്നാലും അവനെ റെഡിയായി കളഞ്ഞു കേട്ടോ. അവരൊക്കെ ചേർന്ന് ഇടിച്ച് റെഡിയായി കളഞ്ഞു. പോലീസ് വന്നിട്ട് ഒരു പ്രയോജനമില്ല. ഇതാ നിൽക്കുന്നുണ്ടോ? പോലീസ് നിൽക്കുക തന്നെ. സംഭവം പോലീസ് നിൽക്കുക തന്നെ. പക്ഷേ പോലീസിൻ്റെ കയ്യിൽ വിട്ടു കൊടുക്കണില്ല അവർ. സംഭവം എന്തോ ഒരു സംഭവം ആയിട്ടുണ്ട്. മിക്കവാറും അവരുമായിട്ട് എന്തോ ഡീലിങ്ങിൽ പൈസ ഗ്യാസ് എന്തോ പ്രശ്നമായിട്ടാണ് അവർ പറഞ്ഞു. ഒരാൾ പറഞ്ഞു പോയി കുറച്ച് മുമ്പ്. ശരി, ഓക്കെ. അവരെ ലൈഫ്, അവരെ പ്രശ്നങ്ങൾ നമ്മൾ അടുത്ത് പോയി കൂടുതൽ ക്യാമറ കാണിക്കാൻ പറ്റില്ല. അത് നമുക്ക് വിഷയമായിട്ട് മാറി. ലാസ്റ്റ് ഹൈ സെൻസിറ്റീവ് ഗ്യാസുകളാണ്. ഓക്കെ, നമ്മൾ ജ്യൂസ് പോയിന്റ് എത്തിയിട്ടുണ്ട്. എന്നാലും പാവം കേട്ടോ, ആ പാവത്തിനിട്ട് ഇടിച്ച് റെഡിയായി കളഞ്ഞു. അത് കാണുമ്പോൾ വിഷമായി പോയി. ഇടി കൊണ്ടവൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്, അത് ഇടിക്കണ ഭാഗത്ത് മിസ്റ്റേക്കാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രശ്നം. എന്തായാലും ഒരു ധൈര്യമുണ്ട്, പോലീസ് ഉണ്ട്. എന്നാലും പോലീസ് പെട്ടെന്ന് ഇടപെടണില്ല, അതാണ് വിഷയം. 0769 കരിക്ക് ഷേക്ക് മാംഗോ ഫ്രഷ് ജ്യൂസ് പേക്ഡ്. ഓക്കെ, അപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നേമമാണ്. ഇവിടുന്ന് കറക്റ്റ് 8.2 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 2:35 ആയിട്ടുണ്ട്. ഇനി അരമണിക്കൂർ സമയമുണ്ട്. അരമണിക്കൂറിൽ ഇനി ഒരു ഓർഡർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ആ ചാൻസ് ഉണ്ടെങ്കിൽ അടിച്ചാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പോകും, അത്ര മതി. സംഭവം നേരത്തെ കണ്ട പ്രശ്നം എൻ്റെ മനസ്സിൽ നിന്ന് പോകണില്ല. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ആവശ്യമില്ലാതെ. എന്ത് ചെയ്യാൻ? ഇങ്ങനെയാണ് എൻ്റെ മനസ്സ്. എന്തൊക്കെ ആ പുള്ളിക്കാരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവൻ ഇത്ര അടിക്കണ്ടായിരുന്നു അല്ലേ? ജസ്റ്റ് ഒന്ന് 2 അടി അടിച്ചിട്ട് പോലീസിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. അവരൊക്കെ ചേർന്ന് അവനെ എവിടെയോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നണേ ഏതെങ്കിലും മുടുക്കി കൊണ്ടുപോയിട്ട് അവനെ നല്ല രീതിയിൽ പെരുമാറാൻ നോക്കിയാണ് ആൾക്കാരെ ചേർന്ന്. കൊലക്കേസാവാതെ കൊള്ളാം. ഓക്കെ, നമ്മൾ ഹൈവേ എന്നൊരു മുടുക്കിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടത്തി 100 മീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെ തന്നെ, ഇവിടെയാണ് കാണിക്കണത്. വീട്ട് നമ്പർ നോക്കട്ടെ. ഇത് 33, 34. ഇതാണെങ്കിൽ 35 അപ്പുറത്തെ വീടായിരിക്കുമല്ലോ. ഇതെത്ര? 37. കണ്ടാ, 35 കാണൂല. നമ്മൾ നോക്കുന്ന വീടുമ്പോൾ കാണൂല, ബാക്കിയെല്ലാം കാണും. അതാണ് ദേഷ്യം പറഞ്ഞത്. ഷീറ്റ്, വാട്ട് ഈസ് ദ മിസ്സിംഗ് ഓഫ് ദ 35 നമ്പർ? 34 ഇവനാണെങ്കിൽ ഈ മുടുക്കിൻ്റെ അകത്തായിരിക്കണം 35. അപ്പോൾ ഹലോ, സൊമാറ്റോ ആണേ. ഫോൺ വെക്കാമോ? എവിടെ ലൈറ്റ്? ബാക്ക് അവിടെയാണ്. ഓക്കെ, കണ്ട് അവിടെയാണല്ലേ. ഓക്കെ, ശരി. ഓർഡർ ഡെലിവേർഡ്. മണി ഇപ്പോൾ 2:52 ആയിട്ടുണ്ട്. ഇനി ഒരു ഓർഡർ അടിക്കാൻ സമയമുണ്ട്. ഓക്കെ, നമ്മളതിന് കരമനെത്തിയിട്ടുണ്ട്. മണി ഇപ്പോൾ 3 കഴിഞ്ഞ് ഓഫ് ചെയ്യാൻ സമയമായി. ഓട്ടോമാറ്റിക് ആയിക്കോളും, നമ്മളാക്കണ്ട. ചിലപ്പോൾ ഓർഡർ അടിക്കണമെങ്കിലോ. ഇരിക്കട്ടെ. ഇത് കണ്ട ന്യൂ ലൈൻസ് കരമന ഫ്ലക്സ് സൂപ്പറല്ലേ. എല്ലാ ഫുട്ബോൾ പ്ലെയറും ഉണ്ട്. എല്ലാ ടീമിലുള്ള മെയിൻ പ്ലെയറിൻ്റെ ഫോട്ടോ കംപ്ലീറ്റ് ഉണ്ട് ഈ ഫ്ലക്സിനകത്ത്. ഇതാകുമ്പോൾ അടിയാവില്ല, എല്ലാ ടീമും ഉണ്ടല്ലോ. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താലോ? സെൽഫി എന്ത് പറയുന്നത്?
ஓகே நம்ம வீட்டுக்கு வந்தாச்சு സേഫായിട്ട് എത്തി വീട് വേറെ വിഷയങ്ങളൊന്നുമില്ല ഓക്കെ ഞാൻ ഗുഡ് നൈറ്റ് പറയാൻ സമയമായിട്ടുണ്ട് ഗുഡ് നൈറ്റ് അല്ല ഗുഡ് മോർണിംഗ് ആണ് മണി 3:30 മണിയായി അപ്പോൾ എന്തായാലും ഇത്തിരി വിശപ്പുണ്ട് ഇപ്പോൾ ഫുഡ് കഴിച്ചാൽ ശരിയാവില്ല ഉറങ്ങാനുള്ള സമയമാണ് ഇനി കഴിച്ച ഹെവി ആയി പോകും അതുകൊണ്ട് ഒരേ ഒരു ഗ്ലാസ് മിൽക്ക് കുടിച്ചിട്ട് നമുക്ക് തന്നെ ഉറങ്ങാം അപ്പോൾ സംഭവം എങ്ങനെയുണ്ട് സൂപ്പറല്ലേ രാത്രി റൈഡ് അടിപൊളി അല്ലേ എന്തൊക്കെ സംഭവങ്ങളല്ലേ ഇതൊക്കെ ഒന്നുമില്ല ഇനി എന്തൊക്കെ നടക്കണം ലോകത്ത് രാത്രികളാണ് സംഭവം രാത്രി സമയത്താണ് ഒരുപാട് ക്രൈംസ് നടക്കുന്നത് ചിലത് നമ്മൾ കണ്ണിൽ പെടുകയാണ് നമുക്ക് എന്തായാലും ഒരു ആപത്ത് വരാൻ പാടില്ല മെയിനായിട്ട് അല്ലേ അത്ര തന്നെ പിന്നെ ഒരു കാര്യം നിങ്ങൾ കണ്ട ആ ഫോട്ടോ ഉണ്ടല്ലോ എൻ്റെ പോലീസ് ഡ്രസ്സിൻ്റെ ഫോട്ടോ അത് ഒറിജിനലാണ് AI അല്ല അതൊരു സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് അഭിനയിക്കാൻ പോയെന്ന് പറയാൻ പറ്റില്ല ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് എന്ന് പറയില്ലേ അത് തന്നെ അപ്പം അങ്ങനെ ഒരു ചാൻസ് കിട്ടി പോയതാണ് ഏത് സീരിയലും ഓർമ്മയൊന്നുമില്ല അപ്പം അങ്ങനെ എടുത്ത ഫോട്ടോയാണ് അതിങ്ങനെ യൂസ് ചെയ്ത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കുറേ നൈറ്റ് റൈഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നോക്കാം അങ്ങോട്ട് എന്തായാലും ഇനിയുള്ള റൈഡ് മുഖ്യ നൈറ്റ് ആയിരിക്കും കൂടുതൽ കൊള്ളാം നല്ല രസമുണ്ട് ഉറക്കാനായിട്ട് ഓക്കെ അപ്പോൾ അത്ര തന്നെ വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും കുറച്ച് സെൻറ്റ് അടിക്കുക നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആകുക മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ ആ ഇൻഷുറൻസ് മറക്കില്ല ആരും വണ്ടിയുടെ ഹെൽത്തിൻ്റെയും ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഓക്കെ ഒന്നുകൂടെ പറയുകയാണ് ആരെങ്കിലും കല്യാണം കഴിഞ്ഞ പുതിയ കപ്പിൾസ് ഉണ്ടെങ്കിൽ അവർക്കൊരു പ്ലാൻ ഉണ്ട് മെറ്റേണിറ്റി പ്ലാൻ എന്ന് പറയും എന്തായാലും അത് ഭാവിയിൽ അവർക്ക് യൂസ് ആകും അപ്പോൾ അതുകൊണ്ട് നേരത്തെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വരുന്ന ഫുൾ ചിലവ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അതുകൂടെ പറയുകയാണ് ഓക്കെ അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം കമ്മോൺ കട്ടൊക്കെ നിൽക്കണം